പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടയിലും തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായുള്ള ജി ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട്. നടുത്തളത്തിലിറങ്ങിയും ബില്ലുകളുടെ പകർപ്പ് കീറിയെറിഞ്ഞും ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. अपनी बात सुना देना और फिर जवाब ना सुनना, ये लोकतांत्रिक परंपराओं को तार तार करना है, संविधान की धज्जियां उड़ाना है। और माननीय अध्यक्ष महोदय, ये बापू के आदर्शों की हत्या भी कर रहे हैं। अपनी बात सुना दो और हमारी ना सुनो, ये भी तो हिंसा है माननीय अध्यक्ष महोदय। ये बापू के आदर्शों की हिंसा करने का पाप कांग्रेस और बाकी विपक्ष कर रहे हैं. ചർച്ചകൾക്ക് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മറുപടി പറയുമ്പോഴായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ച് ബഹളത്തിൽ തോൽക്കില്ലെന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നവഭാരതം സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. बापू हमारी प्रेरणा है, बापू हमारा विश्वास है और इसलिए माननीय अध्यक्ष महोदय, भारतीय जनता पार्टी ने अपनी पंच निष्ठाओं में गांधी जी के सामाजिक आर्थिक दर्शन को स्थान दिया है. हम गांधी जी. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ജി ലോക്സഭ പാസാക്കി എന്നാണ് പുതിയ വിവരം അല്ലേ? വിജയകുമാർ, ഈ ജി ബില്ല് പാസാക്കി ലോക്സഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞിരിക്കുകയാണ്. ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിടാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷം പ്രതിഷേധം അവസാനിപ്പിക്കാതെ നടുത്തളത്തിൽ തന്നെ ഗാന്ധി ചിത്രങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധവുമായി തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി സഭ നാളെ രാവിലെ 11 മണിവരെ പിരിയുകയായിരുന്നു. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് സഭാ തലം സാക്ഷ്യം വഹിച്ചത്. ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടേക്കും എന്ന സൂചനകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സഭയിൽ ഈ ബില്ലിന് മറുപടി പറയാൻ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എഴുന്നേൽക്കുന്ന ഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ പേര് വിളിച്ച ഘട്ടത്തിൽ തന്നെ KC വേണുഗോപാൽ MP ഈ ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുകയോ അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയോ വേണമെന്നും അതാണ് സഭയുടെ പൊതുവികാരം എന്നുമാണ് അറിയിച്ചത്. എന്നാൽ അതിന് തയ്യാറായിരുന്നില്ല സ്പീക്കർ ഓം ബിർള. അദ്ദേഹം കഴിഞ്ഞ ദിവസം ആവശ്യമായ ചർച്ച ഈ ബില്ലിൽ നടന്നു. 99 അംഗങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തി. 8 മണിക്കൂറോളം ചർച്ച നടന്നു. എല്ലാ പാർട്ടികൾക്കും തങ്ങളുടെ നിലപാടുകൾ സഭയെ അറിയിക്കാൻ അവസരം നൽകി. തുടർന്നാണ് ഈ ബില്ലിൽ ഇപ്പോൾ മന്ത്രി മറുപടി പറയുന്നത് എന്നും മന്ത്രിയുടെ മറുപടി കേൾക്കാൻ പ്രതിപക്ഷം താല്പര്യപ്പെടണമെന്നും അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത്. അദ്ദേഹം ഈ രാജ്യത്തിന്റെ വൈവിധ്യം, അതിൽ ഏകത്വത്തിനാണ് തങ്ങൾ ശ്രമിക്കുന്നത്, ഗ്രാമങ്ങളുടെ വികസനമാണ് ഈ ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത്, മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ പിന്തുടരുന്നവരാണ് BJP എന്നും അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നതെന്നും അറിയിച്ചു. തുടർന്ന് UPA കാലത്തും NDA കാലത്തും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കായി വകയിരുത്തിയ തുക അത് താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. ബില്ലിന്റെ പേര് മാറ്റം, പേരിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യുന്നതിനെതിരെയായിരുന്നു കടുത്ത വിമർശനങ്ങൾ ഉയർന്നത്. എന്നാൽ ഈ ബില്ലിന് പേര് നൽകിയത് തുടക്കത്തിൽ മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയില്ല എന്നും 2009 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയത് എന്നും രാജ്യത്തെ പല പദ്ധതികൾക്കും പല സ്ഥാപനങ്ങൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി നെഹ്റു കുടുംബത്തിലെ അംഗങ്ങളുടെ പേര് നൽകിയിട്ടുണ്ട് എന്നും ഒരു വികസിത രാജ്യത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, അതിനുവേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം അറിയിക്കുകയായിരുന്നു. 20 മിനിറ്റോളം നീണ്ടുനിന്ന മറുപടി പ്രസംഗമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അഴിമതിയെ തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് ഈ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം സഭയിൽ തുടരുകയാണ്. സഭയ്ക്ക് പുറത്തും പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടെയാണ് ബില്ല് ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നത്. സഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തു. ഇനി രാജ്യസഭയിലേക്ക് ഈ ബില്ല് അടുത്ത ദിവസം തന്നെ വരും. വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആ പ്രതിഷേധത്തിനിടയിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ ജി ബിൽ പാസ്സാക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.